നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മ ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാളെ പിടികൂടാൻ നിർണായകമായ മറ്റൊരു ഘടകം ഫോൺ ട്രാക്ക് ചെയ്തതാണ്. തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണ സംഘം ഫോൺ ട്രാക്ക് ചെയ്താണ് ഇയാൾ കോട്ടയത്തുണ്ടെന്ന് സ്ഥിരീകരിച്ചതും വിവരം കൈമാറിയതും. ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഠിനംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ പോലീസ് കോട്ടയത്ത് നിന്നാണ് പിടികൂടിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ ആതിരയുമായി സൗഹൃദത്തിലായ ജോൺസൺ ഇവരിൽ നിന്ന് പണവും തട്ടിയെടുത്തിരുന്നു. ഹോം നഴ്സായി ജോലി ചെയ്ത കുറിച്ചിയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇയാൾ എത്തിയിരുന്നു. വീട്ടുകാർക്ക് ഇയാൾ കൊല ചെയ്ത വിവരം അറിയില്ലായിരുന്നു. വസ്ത്രം എടുക്കാനെന്ന് പറഞ്ഞാണ് എത്തിയത്. ഇവിടെ താമസിച്ചു. ഇയാൾ നേരത്തെ ജോലി ചെയ്ത സ്ഥലങ്ങൾ പരിശോധിച്ച പോലീസിന് കുറിച്ചിയിലെ വീടിനെ കുറിച്ചും വിവരം കിട്ടിയിരുന്നു. തുടർന്ന് ചിങ്ങവനം പോലീസ് എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. രാവിലെ വിഷം കഴിച്ചുവെന്ന് ഇയാൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇതേ തുടർന്ന് പരിശോധനയ്ക്കായി ആദ്യം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ആതിരയിൽ നിന്ന് ഇയാൾ 1 ലക്ഷത്തോളം രൂപ പലതവണയായി വാങ്ങിയിരുന്നു. കൊല്ലപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് 2500 രൂപ ആതിര നൽകിയെന്നും കണ്ടെത്തി. 5 മാസത്തിനിടെ പലതവണ കഠിനംകുളത്ത് ഇയാൾ വന്നിരുന്നു. കൊലപാതകത്തിന് 5 ദിവസം മുൻപ് പെരുമാതുറയിലെ ലോഡ്ജിൽ ഇയാൾ മുറിയെടുത്ത് താമസിച്ചു. ഇതിനുശേഷം മുറി ഒഴിഞ്ഞു. ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നു കളഞ്ഞത്. പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. 7 മാസം മുമ്പ് ജോൺസനെ കുറിച്ച് ആതിര പറഞ്ഞിരുന്നുവെന്ന് ഭർത്താവ് പോലീസിനോട് വെളിപ്പെടുത്തി. എന്തായാലും വലിയ അതിദാരുണ ഒരു കൊലപാതകം തന്നെയായിരുന്നു അവിടെ നടന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇയാളെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞതെന്ന് ഇയാളെ പിടികൂടിയ വീട്ടിലുള്ള വീട്ടുടമസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അനിയത്തിയാണ് വാർത്ത കാണിച്ചത്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനെ പരിപാലിക്കാനായി ഹോം നേഴ്സായിട്ടാണ് ജോൺസൺ എത്തിയത് എന്നാണ് വീട്ടുടമസ്ഥർ പ്രതികരിച്ചത്. ഏജൻസി വഴി ഇവർ ആളെ തേടുന്നുണ്ടായിരുന്നു. ഏജൻസി വഴിയാണ് ജോൺസൺ ഇവരുടെ വീട്ടിൽ അച്ഛനെ പരിപാലിക്കാനായി എത്തിയത്. അച്ഛൻ കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:15 ഇയാൾ വീട്ടിലേക്ക് വന്നു. അച്ഛൻ വിളിച്ച് തന്നെ നോക്കാൻ വരുന്ന ആൾ എത്തി എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് എത്തി. പോലീസിനെ വിവരം അറിയിച്ചു. ഡിസംബർ 8 വന്ന് ജനുവരി 7 വരെ ജോലി ചെയ്ത് ഇയാൾ തിരികെ പോയി. പിന്നീട് ഇന്നലെയാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ ഇയാളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതെടുക്കാനാണ് ഇയാൾ ഇവിടേക്ക് വന്നത് എന്നാണ് വീട്ടുകാരുടെ നിഗമനം. അച്ഛനെ നോക്കാനായി എത്തിയ ആളായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ തന്നെയായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. ജോലി ചെയ്തിരുന്ന കാലത്ത് സൗമ്യമായി മാത്രമേ ഇയാൾ ഇടപെട്ടിട്ടുള്ളൂ എന്നും ഈ എലിവിഷൻ കഴിച്ചത് എപ്പോഴാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ല എന്നും വീട്ടുടമസ്ഥരും പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും പ്രതിയെ പിടികൂടാനായി എന്നത് ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ്. ഇനി ഇയാളെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുവാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.